ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെയാണ് കേട്ടോ. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, എൻ്റെ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഒന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ നല്ല അടിപൊളിയായിട്ട് എണീറ്റ് ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാനായിട്ട് കയറി ഓണാക്കിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. ഭയങ്കര സൗണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് പൊട്ടിത്തെറിച്ചൊന്നും വീണില്ല. ഇവിടെ ഫുള്ള് ഒരു ചില്ല് പൊട്ടൽ പോലെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എഡിറ്റ് വന്നപ്പോൾ തന്നെ ഒരു പാക്കറ്റ് അവിടെ ഇരുന്ന് കണ്ടപ്പോഴേ മനസ്സിലായി ചിക്കൻ ആയിരിക്കുമെന്ന്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ വെക്കാനായിട്ടിരുന്നതാണ്. അപ്പോൾ രാവിലെ അപ്പത്തിൻ്റെ കൂടെ ചമ്മന്തി എടുക്കാറുണ്ട്. ഞാൻ കുറച്ച് ചിക്കൻ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് കുറുമ റെഡിയാക്കാമെന്ന് വെച്ച് കുക്കറിൽ ചിക്കനൊക്കെ വേവിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻഡക്ഷൻ കുക്കർ ഇപ്പോഴത്തെ സൈഡിൽ കൊണ്ടുവയ്ക്കുന്ന കൂട്ടത്തിൽ ഇവിടെ എല്ലാം കുറച്ച് പൊടി പോലെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് ഈ ഒരു ഗ്യാസിലാണ് ഞാൻ അപ്പം റെഡിയാക്കുന്നത്. കാരണം നമ്മുടെ മറ്റേ ഗ്യാസിൽ വെക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, അതിൽ ബാക്കിൽ സ്ക്രാച്ച് വീഴുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്, സ്റ്റീലിൻ്റെ ആയതുകൊണ്ട്. പിന്നെ എന്നോട് നമ്മുടെ അപ്പുറത്തെ കിച്ചണിലെ ഗ്യാസ് എന്താ പറഞ്ഞത്, ഇതാണെന്ന് തോന്നുന്നു, ബയോഗ്യാസ് ആണോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ, ഒരു 1 ബർണറിൻ്റെ ഗ്യാസ് തന്നെയാണ്. കുറച്ച് സ്പേസ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം കൊടുത്തിട്ട് 1 ബർണറിൻ്റെ എടുത്തതാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ അപ്പമൊക്കെ റെഡിയായി, എല്ലാം സെറ്റ് ചെയ്ത് കുറച്ച് കറിയൊക്കെ എടുത്ത് ഓരോരുത്തർക്ക് കൊടുക്കുവാണ്. അപ്പമൊക്കെ ഞാൻ ചൂടോട് ചുട്ടാട്ടോ കൊടുക്കുന്നത്. ചുട്ട് ഞാൻ കാസ്ട്രോളിലൊന്നും വെക്കാറില്ല. അപ്പോൾ രാവിലെ നല്ല അടിപൊളി അപ്പവും കുറുമയൊക്കെ ആയിരുന്നു. കുറുമ ഭയങ്കര ഹൈപ്പ് കൊടുക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുക്കറിൽ ഞാൻ ആദ്യമായിട്ട് പരീക്ഷിച്ച വലിയ കുഴപ്പമില്ലായിരുന്നു, അത്ര ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും മറ്റു വീട്ടിൽ വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. നിങ്ങളുടെ മോർണിംഗ് വിശേഷങ്ങളും ബ്രേക്ക്ഫാസ്റ്റും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.